ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിസ്, മൈൻഡ് പവർ ട്രെയിനർ, മാനിഫെസ്റ്റേഷൻ കോച്ച്, എൻ്റെ ഫെങ് ഷുയി വെൽത്ത് കോച്ച്. എൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണിത്. അപ്പം ഞാൻ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ഞാനൊരു ബിസിനസ്സാണ്, ഇസ്രായേലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അപ്പനും പിന്നെ ഞാനും മാത്രമേ, ഞാൻ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യണം. അപ്പം ഞാനും എൻ്റെ അപ്പനും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ സാധനങ്ങളിങ്ങനെ മുകളിലിരിക്കുന്നതായിട്ട് കാണാം. അപ്പം അതെൻ്റെ കിച്ചണിൻ്റെ പുറകിലുള്ള സൈഡിൽ, കിച്ചണിൻ്റെ സൈഡിൽ തന്നെ വർക്ക് ഏരിയ അല്ല, പക്ഷെ അവരിങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ കുറച്ചവിടെ അലമാരയും പിന്നെ അതിൻ്റെ പുറത്തൊരു മഞ്ഞ കളറുള്ളൊരു സാധനം കാണിക്കുന്നുണ്ട്. അതൊരു ഞങ്ങളുടെ കാറിൻ്റെ ബമ്പറാണ്. എൻ്റെ അപ്പന് ഒരു 75-76 വയസ്സോളമുണ്ട്. പക്ഷേ അപ്പനാണ് കാർ ഓടിച്ച് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, ചെറിയ ചെറിയ ക്ലിനിക്കുകളുണ്ട് അടുത്തടുത്ത്. അപ്പം അവിടെ പോകുന്നതും സൂപ്പർ മാർക്കറ്റിൽ എന്താവശ്യത്തിനും പോകുന്നു അപ്പം കാർ ഓടിച്ചാണ് പോകുന്നത്. അപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ അപ്പനൊരു ഓപ്പൽ കോഴ്സുള്ള ഒരു കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ് കേടായി കഴിഞ്ഞപ്പോൾ എന്നെയും കൂട്ടി ഞങ്ങൾ വർഷാപ്പിൽ പോയിട്ട് ഞങ്ങൾ കാറിൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്നൊരു ബമ്പർ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അപ്പന് ഒറ്റ മോനേ ഉള്ളൂ. അപ്പോൾ ആ മോന് വിദേശത്താണ് ഉള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ വേറെ കാർ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഹ്യുണ്ടായുടെ കാർ മേടിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ബമ്പറാണ് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അകത്തിരുന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൻ എപ്പോഴും ഇവിടെ ഹാളിനകത്ത് വന്നിരുന്നിട്ട് ടി വി ഒക്കെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ റൂമിലേക്കും കൂടി ആ സൗണ്ട് കേൾക്കും, ഹാൾ മൊത്തം സൗണ്ട് കേൾക്കും. ഇച്ചിരി ചെവിക്ക് കുറവുള്ളതുകൊണ്ട് ഇച്ചിരി സൗണ്ടിൽ വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ അലമാര അതിൻ്റെ പുറത്തിരിക്കുന്ന അതൊക്കെ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് ഞാൻ വന്നിട്ട് ഏകദേശം കുറച്ചേറെ നാളുകളായി. ആദ്യമായിട്ട് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ കേൾക്കുന്നത് 2019 ഒരു നവംബർ മാസത്തിലാണ്. അതിനു മുമ്പ് എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എനിക്ക് പിന്നെ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഈ ആദ്യമായിട്ട് ഈ യൂട്യൂബ് നോക്കുന്നത് തന്നെ ഒരു 2018 ഫ്ലഡിൻ്റെ സമയത്താണ്. അപ്പോൾ അതിന് മുമ്പൊക്കെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കയറും. അതിനകത്ത് അഡ്മിനായിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ഇരുന്ന പോസ്റ്റുകൾ, അവിടെ എന്തെങ്കിലും വഴക്കം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്ത് കൊടുക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂട്ടുകാരെല്ലാവരും കൂടി മെസ്സഞ്ചറിൽ വന്നിരുന്ന് ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് പോകും. കാരണം ഞങ്ങൾ ഈ ഇസ്രായേലിൽ നോക്കുന്നത് ഈ ഡിമെൻഷ്യ അല്ലെ അൾസൈമർ പേഷ്യൻറ്റിനെയാണ്. അപ്പോൾ അവർ ചിലപ്പം ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റ് ആകും, നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടും, വയലൻ്റ് ആകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ അവർക്കതൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അതുകൊണ്ട് എനിക്ക് യൂട്യൂബൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ലായിരുന്നു. അങ്ങനെ ഈ 19 ഞാനിങ്ങനെ ഈ നവംബർ മാസം ഇങ്ങനെ ഈ യൂട്യൂബ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വീഡിയോ എൻ്റെ ഞാൻ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയതാണ്. അപ്പം ഒരു വീഡിയോ എൻ്റെ മുമ്പിലേക്ക് വന്നു. അത് പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയുമോ, കേട്ടിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമമല്ലേ. അപ്പം ഈ വക്കീലന്മാരൊക്കെ ലോയർമാരൊക്കെ നിയമത്തെ ആകർഷിക്കാൻ വേണ്ടി ലൂപ്പ് ഹോളുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ നിയമത്തെ ആകർഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഴുതി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ് ഞാനതങ്ങ് സ്കിപ്പ് ചെയ്ത് പോയി. സാധാരണ ഒരു വീഡിയോ അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് പിന്നെ നമ്മൾ മുമ്പിലേക്ക് വരത്തില്ല. പക്ഷേ ഈ വീഡിയോ വീണ്ടും എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഒരാഴ്ചയോളം 3-4 തവണയായിട്ട് ഇതിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കയറി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. അത് ഈ അനാദി കാലം മുതലേ ഇവിടെ ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ അതെന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം കുറച്ച് ആൾക്കാരെ ഞാനൊന്ന് അടിച്ചു നോക്കിയിട്ട് കുറച്ച് ആൾക്കാരുടെ അടുത്തുനിന്ന് എന്തായാലും ഇത് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 20 ആയപ്പം കൊറോണ വന്നു. പിന്നെ അതിലേക്ക് നോക്കിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാൻ കാണുന്നത് തന്നെ 2021 ജനുവരിയിലാണ്. അപ്പോൾ ജനുവരിയിൽ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് പിന്നെ ഒരാളൊരു മണി മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്.
അത് 21 ദിവസത്തെ അഫർമേഷൻ എഴുതാനായിരുന്നു അവരെന്ന് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനും വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു, നിങ്ങൾ വലിയ 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 കാര്യങ്ങൾ നിങ്ങൾ ആദ്യമാണ്, ഫസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വലിയ 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 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളൊരു ഇത്രയും നാളും വിളിക്കാതിരുന്ന സുഹൃത്ത് വിളിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐസ്ക്രീം ലഭിച്ചു, അല്ലാന്നൊരു ബിരിയാണി കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിനിമയ്ക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നി, അത് കൊണ്ടുപോകാൻ നിങ്ങളുടെ കൂടെ ആൾ വന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങൾ വേണം നിങ്ങൾ ആദ്യം കാണാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടി. അതിന് ശേഷം വേണം നിങ്ങൾ വലയിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പം മണിയുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഇതല്ലേ. അപ്പം ഞാനൊരു 2000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ഞാൻ അഫർമേഷൻ എഴുതി തുടങ്ങി. അതൊരു ജനുവരി 14-ാം തീയതിയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അപ്പം ഒരു 12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു. ബ്രേക്കായിപ്പോയി. കാരണം എൻ്റെ അപ്പൻ്റെ മോൻ വിദേശത്തു നിന്ന് വരുന്നുണ്ട്. സാധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ നിന്നിട്ട് ഒറ്റ ദിവസം നിന്നു, അല്ലെങ്കിൽ 1-2 മണിക്കൂറുകളൊക്കെ നിന്നിട്ട് അങ്ങ് പോകുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ വീടിന് കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ആരെയായിട്ട് ചെയ്തതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് 14-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പം, അതായത് 24-ാം തീയതി ആയി കഴിഞ്ഞപ്പം അവൻ എനിക്ക് ഒരു $200 എൻ്റെ കൈ കൊണ്ടു തന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. എനിക്ക് സങ്കടം സന്തോഷം എല്ലാം കൂടി വന്നു. കാരണം നമ്മൾ ഒരു ചെറിയൊരു പൈസയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പരീക്ഷണാർത്ഥം പ്രപഞ്ചത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, അത് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി. അതിനുവേണ്ടി ചെറിയൊരു കാര്യമാണ്. പിന്നീട് ഞാൻ ഇത് പഠിച്ച് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞാനൊരു മോൻബോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിൻ്റെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫീസ് അടച്ചു. അന്ന് 7000 രൂപയായിരുന്നു. 2021 ഏപ്രിലായിരുന്നു അത് ചെയ്തത്. 7000 രൂപയാണ് അയച്ചു കൊടുത്തത്. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ എനിക്കത് ആ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കിട്ടിയില്ലത്. അവരത് ജിമെയിൽ വഴിയായിരുന്നു അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കന്ന് ജിമെയിലൊന്നും ശരിക്കും കൈകാര്യം ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജിമെയിലിലേക്ക് എങ്ങനെയാണ് വരുന്നത് ഞാൻ കുറച്ച് ശ്രമിച്ചു നോക്കി. പക്ഷേ അന്ന് ഒന്നും ശരിയായി കിട്ടിയില്ല. അങ്ങനെ ഞാൻ അവരെ 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു ജിമെയിൽ ശരിയാക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഫോൺ അങ്ങ് കയ്യിൽ നിന്ന് അതങ്ങോട്ട് ശരിക്കും വർക്കാകാതെ പോയി കഴിയുമ്പോൾ ഞാൻ വേറെ ഫോൺ മേടിച്ചു. അപ്പോൾ പിന്നീട് അവരുടെ ആ നമ്പർ അതെല്ലാം അങ്ങ് പോയി. അതോടുകൂടി ഞാൻ ആ പൈസ ഞാനങ്ങ് ഉപേക്ഷിച്ചു. ആ ക്ലാസ്സിന് ഞാൻ ചേരുകയും ചേർന്നില്ല. അതൊന്നും എൻ്റെ ഒരു കുരുദക്ഷിണ പോലെ ഞാനന്ന് അവിടെ ആ പൈസ ഇപ്പോഴും അവിടെ അവർ നോക്കുവാണെങ്കിൽ ആ അയച്ച ഡേറ്റിനടക്കം ഞാൻ അയച്ച പൈസ ഇപ്പോഴും അതിനകത്ത് തന്നെ കാണും. അതിനുശേഷം പിന്നെ ഞാനൊരു 5-6 ആൾക്കാരുടെ അടുത്തുനിന്ന് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം എനിക്കൊരു ഇൻഡ്യൂഷനായിട്ട് തോന്നിയത്. പഠിച്ചു കഴിയുമ്പം അത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുത്തുകൂടെയെന്ന്. കാരണം ബൈബിളിലൊരു വചനമുണ്ട്, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കരുതെന്ന്. ശരിയല്ലേ, നമ്മൾ വിളക്ക് കൊളുത്തി നമ്മൾ വെളിച്ചം കാണാൻ വേണ്ടി ചെയ്ത് വെക്കുന്നത്, അത് പറയുടെ കീഴിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാകുന്നത്. അപ്പം നമുക്കുള്ള കുഞ്ഞറിവുകളാണെങ്കിലും മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുത്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഈ 25-ാം തീയതി ഡിസംബർ 25-നാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല, ഇപ്പം ഇത്രയും അകലെ ഇരുന്നിട്ട് ഇത്രയും പിന്നെ എനിക്ക് ജോലിയുണ്ട്, വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യണം. ഈ അപ്പൻ എപ്പോഴും കാറെടുത്ത് വെളിയിലേക്ക് പോക്കാണ്. അപ്പോൾ അപ്പൻ്റെ കൂടെ പോകണം. ഇതെല്ലാം ഉണ്ടായിട്ടും എൻ്റെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കിട്ടിയ സ്ഥലത്ത് വെച്ചിട്ട് ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മളത് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നമ്മളെ പിന്നോട്ട് വിളിക്കും. നല്ലൊരു ഫോണില്ല, നല്ല ക്യാമറ ഇല്ല, ട്രൈപോഡില്ല, മൈക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് എന്ത് കാര്യത്തിനിറങ്ങിയാലും നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചാണ് എന്തായാലും ഇത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും വേണ്ടിയല്ലാന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. നമ്മളൊക്കെ നമ്മുടെ കയ്യിൽ നമ്മുടെ മുമ്പിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊക്കെ മടിയാണ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ,
അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും. കാരണം മനസ്സ് നമ്മുടെയാണ്, ശരീരം നമ്മുടെയാണ്, പ്രവൃത്തി നമ്മുടെയാണ്. പക്ഷെ വിചാരം മുഴുവൻ മറ്റുള്ളവർക്കുള്ളതാണ്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് തോന്നുന്ന കാര്യം നമ്മളാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം വേറെ, മറ്റുള്ളവരുടെ ശരീരവും മനസ്സും വേറെ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊള്ളുക. കളിയാക്കുന്നവരവിടെ കിടന്ന് കളിയാക്കിക്കോട്ടെ. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എഫേർട്ട് നമ്മൾ അതിലെടുത്ത് കഴിയുമ്പോൾ നമ്മൾ വിജയിക്കുമ്പോഴും ഈ കളിയാക്കുന്നവർ എപ്പോഴും ആ കളിയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ തോമസ് ആൽവ എഡിസനെ കുറിച്ച്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ 1093 അമേരിക്കൻ പേറ്റൻറ്റും മറ്റനേക രാജ്യങ്ങളെ പേറ്റൻറ്റ് മേടിച്ച് അമേരിക്കയുടെ ചരിത്രം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായി ഇന്നും നിലനിൽക്കുന്ന, ചരിത്രത്തിൻ്റെ താളുകളിൽ ഇപ്പോഴും മങ്ങാതെ നിൽക്കുന്ന തോമസ് ആൽവ എഡിസനെ കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യണം. നമ്മൾ ഈ വൈദ്യുതി ബൾബൊക്കെ ആദ്യകാല രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയത് എഡിസനാണ്. എഡിസൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ എഡിസന് എഡിസൻ്റെ മാതാപിതാക്കളുടെ ഏഴാമത്തെ മകനായിട്ടാണ് എഡിസൺ ജനിച്ചത്. അപ്പം എഡിസൺ 8ാമത്തെ വയസ്സിലാണ് സ്കൂളിൽ ചേർക്കുന്നത്. ഈ സ്കൂളിൽ ചേർത്ത് 3 മാസം വരെ അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ സാധിച്ചിരുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിന് ബുദ്ധി കുറവായിരുന്നു, വലിയ ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മന്ദബുദ്ധിയെന്നും മണ്ടനെന്നും പിന്നെ ബുദ്ധിയില്ലാത്തവെന്നൊക്കെ ആയിരുന്നു വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത്. സ്വന്തം അധ്യാപകൻ പോലും പതറിയ ബുദ്ധിയുള്ളതെന്ന് പറഞ്ഞാണ് എഡിസനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 3 മാസത്തോടു കൂടി എഡിസന് തൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് എഡിസൻ്റെ അമ്മയായ നാൻസി എഡിസനാണ് അധ്യാപികയായി മാറിയത്. ഒരിക്കൽ എഡിസന് അമ്മയൊരു ശാസ്ത്ര പുസ്തകം സമ്മാനിച്ചു. KG പാർക്കർ എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു സ്കൂൾ ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്നൊരു പുസ്തകമാണ് സമ്മാനിച്ചത്. ഇതിനകത്ത് ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ചും കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു കൂടുതൽ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ എഡിസണിത് നിരന്തരമായി വായിക്കാൻ തുടങ്ങി. തൻ്റെ 13ാമത്തെ വയസ്സിൽ പോർട്ട് ഹാറൂണിൽ നിന്നും ഡെട്രോയിറ്റിലേക്ക് പോകുന്ന ട്രെയിനിന് പത്രങ്ങളും മുട്ടായികളും പഴങ്ങളൊക്കെ വിറ്റ് എഡിസൺ ഒരു മാസം $50 സമ്പാദിക്കുമായിരുന്നു ഈ ചെറുപ്രായത്തിൽ. ആ പൈസ എഡിസൺ തൻ്റെ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് എഡിസൺ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ടും ആരെല്ലാം പറഞ്ഞിട്ടും എഡിസനകത്ത് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഒരിക്കൽ എഡിസൺ പറയുകയുണ്ടായി, എനിക്ക് ജീവിക്കാൻ ഒരു ലക്ഷ്യമുണ്ടെന്ന് തോന്നിയതും നിരാശപ്പെടാതിരിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിച്ചതും എൻ്റെ അമ്മയായിരുന്നുവെന്ന്. അതുപോലെ നമുക്ക് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, ഒന്നും നമ്മുടെ കയ്യിൽ കാണില്ല. പക്ഷേ എഡിസന് അമ്മയായിരുന്നു എല്ലാ ശക്തിയും ബലവും നൽകി കൂടെ നിന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കാൻ നമ്മുടെ പ്രപഞ്ചമായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത്, നമ്മുടെ യൂണിവേഴ്സ് ആയിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് ഇറങ്ങുക, അത് ചെയ്യുക. ആരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മളെ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ട്. ബുദ്ധിയും ബോധവും ബുദ്ധിയില്ലായിരുന്നു മന്ദബുദ്ധിയെന്ന് വിളിച്ചു, പിന്നെ ബുദ്ധി ഇല്ലാത്തവനെന്ന് വിളിച്ചു, മണ്ടനെന്ന് വിളിച്ചു. ആ എഡിസന് ഇത്രയധികം ചെയ്യാമെങ്കിൽ എഡിസനേക്കാൾ അധികം ബുദ്ധിയുള്ള നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ള പരിമിതമായ സൗകര്യങ്ങളിൽ വെച്ച് നമ്മൾ ഇറങ്ങണം, നമ്മൾ പ്രവർത്തിക്കണം, അതിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ വളരെ ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് അത് നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കും. അതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മൾ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മളെ ആകർഷിക്കുന്നത്, അവ നമ്മിലേക്ക് ആകർഷിച്ചു വന്നിരിക്കും. അതാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനല്ലേ പറ്റുള്ളൂ. ചെയ്യേണ്ട ആൾ നിങ്ങളാണ്, നമ്മളാണ് അതിന് ആക്ഷൻ എടുക്കേണ്ടത്. ഒരു ചെറിയ വിരലെങ്കിലും അണക്കി തുടങ്ങേണ്ടത് നമ്മളാണ്. എനിക്ക് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഗ്രൂപ്പിലുള്ളവർക്കോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഓർക്കുക, എപ്പോഴും ഓർക്കുക, അറിവെന്നത് പ്രകാശമാണ്. ആ പ്രകാശം എപ്പോഴും അന്ധകാരത്തിൽ നിൽക്കും. അറിവില്ലായ്മയുടെ അന്ധകാരം എല്ലാ ഹൃദയങ്ങളിൽ നിന്നും നീങ്ങിപ്പോയി അവിടെ ഒരു ശാന്തിയും സമാധാനവും ഒരു അബണ്ടൻസും നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കൊരു അപ്പൻഡൻസ് ജേർണി എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഒരു സ്റ്റഡി ഗ്രൂപ്പാണ്. അവിടെ ഞാൻ എല്ലാ മെഡിറ്റേഷനോടൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് ചൂടുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലപാഠം അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.